നവോത്ഥാനം പൂത്തുലയുന്ന സ്ത്രീപക്ഷ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു തരം കാരുണ്യ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പേര് കേട്ട് ഞെട്ടണ്ട, മദ്യപാനികൾക്കും മാന്യമല്ലാത്തവർക്കും പുനരധിവാസ പദ്ധതി എന്നാണ് ഇതിന് അനുയോജ്യമായ പേര്. ഭവന നിർമ്മാണ ബോർഡിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളോടൊപ്പം വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറിയ ഒരു മഹാൻ ഇതാ ചുവപ്പ് പരവതാനിയിലൂടെ തിരികെ വരുന്നു. CPI എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നത് കാണുമ്പോൾ ആർക്കാണ് ആവേശം വരാത്തത്? നമ്മുടെ മഹേഷ് കുമാർ വെറും ഒരു ഉദ്യോഗസ്ഥനല്ല, ഒരു അതിമാനുഷികനാണ്. ഓഫീസിൽ മദ്യപിച്ചെത്തുക എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം. സഹപ്രവർത്തകരോട് മോശമായി പെരുമാറിയത് വെറും ഒരു തമാശ. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ നാട്ടുകാർ പോഷാക്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ വന്നപ്പോൾ നമ്മുടെ പാർട്ടി നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചു. പിരിച്ചുവിട്ട് പാവത്തിന്റെ കഞ്ഞിയിൽ പാറ്റിയിടാൻ പാർട്ടിക്കാവുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് കമ്പൽസറി റിട്ടയർമെന്റ് എന്ന മാന്ത്രിക വടി പുറത്തെടുത്തത്. പോലീസും കോടതിയും കയറാതെ പുള്ളിക്കാരനെ അങ്ങ് സംരക്ഷിച്ചു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുന്ന അതേ നേതാക്കൾ തന്നെ പിന്നാമ്പുറത്ത് പോയി ഈ വീരപുരുഷന്റെ മുതുക് തട്ടിക്കൊടുത്തു. ഇതാണ് LDF, ഇതാവണം LDF. സ്ത്രീകളെ ആരെങ്കിലും തെറി വിളിച്ചാൽ ഉടനെ സൈബർ പോരാളികൾ ഇറങ്ങും. ഇതാണോ നിങ്ങളുടെ സംസ്കാരം എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ അത് ചെയ്യുന്നത് സ്വന്തം പാർട്ടിക്കാരനോ പാർട്ടിയുടെ ഒത്താശയുള്ളവനോ ആണെങ്കിൽ കഥ മാറും. അപ്പോൾ അയാളൊരു ഇരയാകും. പീഡനശ്രമം നടത്തിയാലും മദ്യപിച്ച് ബോധമില്ലാതെ പെരുമാറിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പോ സ്വാധീനമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്. മഹേഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ കാട്ടുന്ന ഈ തിടുക്കം കാണുമ്പോൾ തോന്നിപ്പോകുന്നു ഭവന നിർമ്മാണ ബോർഡിൽ ഇദ്ദേഹമില്ലാതെ ഒരു ഇഷ്ടിക പോലും അനങ്ങില്ലെന്ന്. സർക്കാർ മാറുന്നതിന് മുമ്പ് ഈ പുണ്യകർമ്മം ചെയ്തു തീർക്കാനുള്ള CPI നേതൃത്വത്തിന്റെ ആവേശം കണ്ട് പഠിക്കേണ്ടതാണ്. ഒരു വശത്ത് ഇരയെ കെട്ടിപ്പിടിച്ച് കരയുകയും മറുവശത്ത് വേട്ടക്കാരനെ കസേരയിൽ ഇരുത്തി ആദരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ മുഖമുദ്ര. മുമ്പും ഓഫീസിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി 3 മാസം അവധിയിൽ പോകേണ്ടി വന്ന ചരിത്രമുണ്ട് ഈ പുള്ളിക്കാരന്. പക്ഷേ എന്ത് പിഴവുകൾ ചെയ്താലും നമ്മുടെ ആളല്ലേ എന്ന ചിന്തയുള്ളപ്പോൾ എന്തിനു ഭയക്കണം? ഷീബ ജോർജ് സെക്രട്ടറി ആയിരുന്നപ്പോൾ നൽകിയ നോട്ടീസിനെ ഒരു പുല്ല് പോലെ പുച്ഛിച്ചു തള്ളിയ മഹേഷ് കുമാറിനെ ആത്മവിശ്വാസം വരുന്നത് എവിടെ നിന്നാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഗുണ്ടകൾക്ക് കാവൽ നിൽക്കാനും സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് കൂട്ടുനിൽക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണിക്കുന്ന ഈ വിശാല മനസ്കത ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. നവോത്ഥാനം അതിൽ പണിഞ്ഞത് ഇത്തരം വിഗ്രഹങ്ങളെ സംരക്ഷിക്കാനാണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവരെ വർഗീയവാദികളാക്കി മുദ്ര കുത്തി രക്ഷപ്പെടാം. തിരിച്ചെടുക്കൽ നടപടികൾ ഊർജിതമാണ്. ഹിയറിംഗ് കഴിഞ്ഞു. ഇനി വൈകാതെ തന്നെ പുള്ളിക്കാരൻ ആ പഴയ സീറ്റിലിരിക്കും. വീണ്ടും മദ്യപിച്ചെത്തും, വീണ്ടും സ്ത്രീകളെ അപമാനിക്കും. അപ്പോഴും പാർട്ടി കൂടെ ഉണ്ടാകും. കാരണം ഇത് ഇരട്ടത്താപ്പിന്റെ ഭരണമാണ്. ഇവിടെ നീതി എന്നത് അണികൾക്കും ആശ്രിതർക്കും മാത്രമുള്ളതാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇനിയൊരു നേതാവ് മൈക്കിന് മുന്നിൽ തൊണ്ട കീറുന്നത് കാണുമ്പോൾ ഈ മഹേഷ് കുമാറിനെ ഓർക്കുക. പെണ്ണുപിടിയന്മാർക്കും ഗുണ്ടകൾക്കും ഇടതുപക്ഷമെന്നും കാവലായി നിൽക്കുമെന്ന സത്യം തിരിച്ചറിയുക. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.